നമസ്കാരം, വെൽക്കം ടു Daydreams. കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞങ്ങൾ പോകുന്നത് ബുർസ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ്. താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ ഹോട്ടൽ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ഏകദേശം 3.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു ബുർസ ലൊക്കേഷനിലേക്ക്. ഫെറി യൂസ് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് ബുർസ നഗരത്തിലേക്ക് എത്തേണ്ടത്. ഐറ്റിനറി പ്രകാരം ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. പക്ഷേ ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റ് പ്ലാൻസ് മാറ്റി. ബുർസ കണ്ടു കഴിയുമ്പോൾ ഞങ്ങൾ അവിടുന്ന് ഒരു സ്ഥലം കൂടി പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ശരിക്കുള്ള പ്ലാനിൽ ഇസ്താംബുളിൽ ഒരു ദിവസം കൂടി സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട്. വെറുതെ ഇരുന്ന് കണ്ട സ്ഥലം ഒന്നുകൂടി കാണണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലം മാറ്റിപ്പിടിച്ചത്. നല്ല റിസ്ക് ഉണ്ട്, പക്ഷേ വെർത്തിറ്റാണ്. എന്തായാലും ഈ പറയുന്ന സ്ഥലം നിങ്ങൾക്ക് അടുത്ത വ്ളോഗിൽ കാണാൻ പറ്റും. ബൈസന്റൈൻ ഭരണ സമയത്തും ഓട്ടോമൻ കാലത്തും ബുർസ അറിയപ്പെടുന്നത് അവിടുത്തെ സിൽക്ക് കേന്ദ്രം എന്നാണ്. തുർക്കിയുടെ നോർത്ത് വെസ്റ്റ് ഭാഗത്താണ് ബുർസ സ്ഥിതി ചെയ്യുന്നത്. ഫെറി റൈഡ് ആയത് കാരണം പാസ്പോർട്ട് വെരിഫിക്കേഷൻ നിർബന്ധമായിരുന്നു. ഞങ്ങളുടെ ആദ്യത്തെ ഫെറി റൈഡാണിത്. ഇത്രയും വലിയ ഫെറിയിൽ ഞാൻ മുന്നേ കയറിയിട്ടില്ല. വണ്ടികൾ പാർക്ക് ചെയ്ത ശേഷം ഒബ്സർവേഷൻ റൂമിലേക്ക് എല്ലാവരെയും ഗൈഡ് കൂട്ടിക്കൊണ്ടുപോയി. നല്ല തണുപ്പുണ്ട് പുറത്ത്. ഫസ്റ്റ് ഫ്ലോറിൽ ചെറിയൊരു കഫറ്റേരിയ ഉണ്ട്. ആവശ്യക്കാർക്ക് ഇവിടെ ഇരുന്ന് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ. നല്ല തണുപ്പുണ്ട് പുറത്ത്. അത് കാരണം മിക്കവരും ഇവിടെ ഇരുന്ന് സമയം ചെലവാക്കുന്നത് കാണാം. നമ്മുടെ നാട്ടിൽ ഇതേപോലത്തെ ഒരു ഫെറി റൈഡ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര മനോഹരമായിരിക്കും എന്ന് തോന്നിപ്പോവും. ലൗഞ്ച് റൂം തൊട്ടിട്ട് റെസ്റ്റ് റൂം, പ്രെയർ റൂം, ഗെയിമിംഗ് റൂം എല്ലാം കൂടി ചേരുന്ന ഒരു ഫെറി റൈഡായിരുന്നു ഇത്. ഷിപ്പിൽ യാത്ര ചെയ്തിട്ടെങ്കിലും ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ ഫെറിയിൽ യാത്ര ചെയ്യുന്നത്. ബുർസ നഗരം കാണാൻ കുറേ ടൂറിസ്റ്റുകാർ വന്നിട്ടുണ്ട് ഇവിടെ. എല്ലാവരെ പോലെ തന്നെ ഞങ്ങളും കൗതുകം പോലെ ഞങ്ങളും കാത്തിരുന്നു. ഞങ്ങളുടെ ആദ്യത്തെ ഫെറി ട്രിപ്പ് ആയത് കാരണം പുറത്ത് പോയി കുറേ ഫോട്ടോസും വീഡിയോസും എടുത്ത് സമയം ചെലവാക്കി. 45 മിനിറ്റ് റൈഡിന് ശേഷം ഞങ്ങളുടെ കരയിൽ കൂടെയുള്ള യാത്ര തുടങ്ങി. ഞങ്ങൾ പാക്കേജ് എടുത്തത് കാരണം ഞങ്ങളുടെ ഇന്നത്തെ ട്രാവൽ കമ്പനി ഇവിടെ അറിയപ്പെടുന്ന ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിൽ വണ്ടി നിർത്തി. ടൂറിസ്റ്റുകൾ ഇവിടെ നിന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ ഈ ട്രാവൽ കമ്പനീസിന് ചെറിയൊരു കമ്മീഷൻ കിട്ടും. അതുകൊണ്ട് ഞങ്ങളുടെ ഗൈഡ് അത്യാവശ്യപൂർവ്വം ഞങ്ങളെ സാധനങ്ങൾ മേടിക്കാനായി നിർബന്ധിച്ചിരുന്നു. ഇവിടെ കൂടുതലും തുർക്കി ഹാൻഡ്മെയ്ഡ് സ്വീറ്റ്സ് ആണുള്ളത്. ചെറിയൊരു ഷോപ്പ് ഇൻട്രോ തന്നിട്ട് ഞങ്ങളെ സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന ഫാക്ടറി പുറത്ത് നിന്നിട്ട് കാണിച്ചു തന്നു. ഇവിടുത്തെക്കാരുടെ ഒരു സാധനങ്ങൾ മേടിക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണിത്. പക്ഷെ നമ്മൾ വിട്ടുകൊടുത്തില്ല. എല്ലാ സാമ്പിൾസും കഴിച്ച് ഞങ്ങൾ വേഗം വണ്ടി കയറിയിരുന്നു. ബുർസ സെൻട്രലിൽ പോകാൻ ഇനിയും യാത്ര ചെയ്യേണ്ടതുണ്ട്. സമയം ഏകദേശം 2 മണിയായി. പോകുന്ന വഴിയിൽ ഒരു മലയുടെ അടിവാരത്തിൽ കുറച്ചു നേരം വിശ്രമിക്കാനായി വണ്ടി നിർത്തിയിട്ടു. ഫുഡ് കഴിക്കേണ്ട സമയമായപ്പോൾ ഞങ്ങൾ അടുത്തുള്ളൊരു ഹോട്ടൽ കയറി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. പോകുന്ന വഴിയിൽ ഐസ് കട്ടകൾ റോഡിൻ്റെ ഇരുവശവും കിടക്കുന്നത് കാണാം. ഒരു മഞ്ഞ് മലയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. തണുപ്പ് നന്നായി കൂടി വരുന്നുണ്ടായിരുന്നു. ബുർസ ഉൽദക് അഡ്വഞ്ചർ സ്കൈ റിസോർട്ടിലേക്കാണ് ലക്ഷ്യം. ഏകദേശം 3.5 മണിക്കൂർ എടുത്തു ഞങ്ങൾക്ക് ഇവിടെ എത്താൻ. നല്ല തണുപ്പുണ്ട് പുറത്ത്. ഇനി ഒരു കേബിൾ കാർ കയറിയിട്ട് വേണം മുകളിലത്തെ മലയിൽ പോകാൻ. ഒരു കിടിലൻ എക്സ്പീരിയൻസ്. ഒരു ഓപ്പൺ കേബിൾ കാറായതിൻ്റെ പേടിയും സന്തോഷം എല്ലാം കൂടി വരുന്ന ഒരു മിക്സ് എക്സ്പ്രഷനായിരുന്നു ഞങ്ങൾക്ക് 2 പേർക്കുണ്ടായിരുന്നത്. 5 മിനിറ്റ് റൈഡാണ്, പക്ഷേ അത് മസ്റ്റ് വിസിറ്റ് ആൻഡ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതുമാണ്. എവിടെ നോക്കിയാലും നല്ല മഞ്ഞ്. പണ്ട് ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിൽ പോയപ്പോൾ കണ്ടതുപോലെയുണ്ട് ഇവിടെ. തുർക്കിയിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. ടൂറിസ്റ്റിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്കീ റിസോർട്ടാണിത്. അങ്ങനെ ഞങ്ങൾ ചാടി ഇറങ്ങി ടോപ്പ് സൈഡിലെത്തി. ഒരു കിടിലൻ വ്യൂ, ഒന്നും പറയാനില്ല. ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫേഴ്സ് ഇവിടെയുമുണ്ട്. ഒരു ഫോട്ടോയ്ക്ക് ഏകദേശം 100 ചാർജ് ചെയ്യുന്നത്. ഡിജിറ്റൽ ഫോർമാറ്റിൽ അല്ലെങ്കിൽ പ്രിൻറ്റഡ് വേർഷൻസിലും നമുക്ക് മേടിക്കാൻ കിട്ടും. അങ്ങനെ ഞങ്ങൾ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങോട്ട് നടന്നു. പൈൻമരമാണ് ഇവിടെ കൂടുതലും ഈ കേബിൾ കാർ പോകുന്ന വഴിയിൽ കാണുന്നത്. ഇവിടെ നിന്ന് സ്കീ ചെയ്തിട്ട് വേണമെങ്കിൽ തിരിച്ച് താഴത്തേക്ക് പോകാം, അല്ലെങ്കിൽ വന്ന കേബിൾ സർവീസ് ഉപയോഗിക്കാം. ഇനിയും സ്ഥലങ്ങൾ കാണാനുണ്ട് എന്ന ബോധം വന്നപ്പോൾ റിസ്ക് എടുക്കാൻ ഞങ്ങൾ തയ്യാറായില്ല. ശരിക്കും സമയം പോയത് അറിഞ്ഞില്ല. ഇവിടെ എത്തിയപ്പോൾ 2-3 മലയാളി ഫാമിലീസിനെ കാണാൻ സാധിച്ചു. ഇവിടെ തന്നെയുള്ള ഒരു കഫേയിൽ കയറിയിട്ട് നല്ലൊരു ഹോട്ട് ചോക്ലേറ്റ് കുടിച്ച് ഞങ്ങൾ കാഴ്ചകളും കണ്ട് തിരിച്ചിറങ്ങി. ഗൂഗിൾ റെക്കമെൻഡ് ചെയ്ത മസ്റ്റ് വിസിറ്റ് പ്ലേസിൽ ഒന്നാണ് ഇത്. എനിക്കും അത് തന്നെയാണ് തോന്നിയത്. അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ റെഡിയായി.
നീണ്ട യാത്ര ആയത് കാരണം ഗൈഡ് കിട്ടാവുന്ന എല്ലാ സോവനിയർ ഷോപ്സിലും വണ്ടി ചവിട്ടി നിർത്തി. ടൂറിസ്റ്റിന് എങ്ങനെയൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുമോ അതൊക്കെ നോക്കി നിൽക്കുന്ന കച്ചവടക്കാർ, ഫ്രീ സാമ്പിൾസ് കൊടുത്ത് സാധനങ്ങൾ വേടിപ്പിക്കുന്ന ചേച്ചിമാർ, ഹാൻഡ് മെയ്ഡ് സോപ്സ് തൊട്ട് കഴുതപ്പാൽ കൊണ്ടുള്ള ക്രീം വരെ ഇവിടെ കിട്ടും. ഇതൊക്കെ കണ്ട് ഞങ്ങൾ യാത്ര വീണ്ടും തുടങ്ങി. ആൻറ്റിക് ഗ്രീൻ സിൽക്ക് മാർക്കറ്റിലേക്ക് പോകാനാണ് അടുത്ത ലക്ഷ്യം. ഗ്രീൻ മാർക്കറ്റ് എന്ന പേര് വരാൻ കാരണം അവിടുത്തെ ഗ്രീൻ മോസ്ക് ഉള്ളത് കാരണമാണ്. അത്യാവശ്യം വെറൈറ്റി സോവനിയേഴ്സ് ഇവിടെ കിട്ടും. ഇവിടെ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ കുറച്ച് സോവനിയേഴ്സ് ബുർസേൻ്റെ ഓർമ്മയ്ക്കായി മേടിച്ചു. എനിക്ക് ഏറ്റവും കൗതുകമായി തോന്നിയത് ഈ കാണുന്ന കല്ല് വെച്ച ആഭരണങ്ങൾ കണ്ടപ്പോഴാണ്. ലൈറ്റ് കല്ലുമേ തൊടുമ്പോൾ നിറം മാറുന്ന കല്ലുകൾ. ഇതിനെ സുൽത്താനൈറ്റ് സ്റ്റോൺ എന്ന് വിളിക്കും. നേരത്തെ പറഞ്ഞ ബുർസയിലെ ഗ്രീൻ മോസ്ക് ആണിത്. 1419 ഈ പള്ളി നിർമ്മിച്ചത്. പള്ളിയുടെ ഉൾവശം ടർക്കിഷ് ഗ്രീൻ ടൈൽസ് കൊണ്ടാണ് അലങ്കരിക്കുകയും കൊത്തുപണി കൊണ്ട് ഭംഗിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഗ്രീൻ മോസ്ക് എന്ന പേര് വന്നത്. പള്ളി 5 കോംപ്ലക്സ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്രീൻ മോസ്ക്, ഗ്രീൻ മദ്രസ, ഗ്രീൻ ഹമാം, ഗ്രീൻ ടോംബ് ആൻഡ് ഗ്രീൻ കിച്ചൺ. നോമ്പ് കാലത്ത് ആയിരക്കണക്കിന് ആൾക്കാർക്ക് സൗജന്യമായി ഭക്ഷണം ഇവിടെ കൊടുക്കാറുണ്ട്. ഏകദേശം 600 വർഷങ്ങൾക്ക് പഴക്കമുള്ള പള്ളിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ പറയില്ല. പള്ളിയുടെ പിൻഭാഗത്ത് റോയൽ ടോംബാണ്. ഓട്ടോമൻ സുൽത്താൻ മെഹമ്മദ് ഒന്നാമൻ്റെയും രാജകുടുംബത്തിൻ്റെയും കല്ലറയാണ് ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബസ്സിൽ കയറി. സമയം ഏകദേശം 6 മണിയായി. ഗൈഡിനോട് ഞങ്ങളുടെ അടുത്ത യാത്ര പ്ലാൻസ് ഷെയർ ചെയ്ത പ്രകാരം ഞങ്ങളെ ബുർസ ബസ് സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തു. ബസ്സിലുള്ളവരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഈ ടൂർ ബസ്സിൽ നിന്നും ഇറങ്ങി. ബുർസ ബസ് സ്റ്റേഷനാണിത്. പ്ലാൻ പ്രകാരം പാമുക്കേൽ എന്ന സ്ഥലം കാണാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. ബസ് സ്റ്റേഷൻ കണ്ടാൽ ഒരു ചെറിയൊരു ഡൊമസ്റ്റിക് എയർപോർട്ട് മാതിരിയുണ്ട്. ബസ് ഓപ്പറേറ്റർ കമ്പനീസും ഏജൻസിയുമാണ് ഇവിടെയുള്ളത്. ഞങ്ങൾ കയറി 2 പേർക്കുള്ള ടിക്കറ്റ് അവിടെ നിന്ന് എടുത്തു. കാലത്ത് 1:30 പുറപ്പെടുന്ന ടിക്കറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. 9.5 മണിക്കൂറുണ്ട് ഈ ബസ് യാത്ര. ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ അടുത്തുള്ള ഒരു IBS ഹോട്ടലിൽ കയറി റൂം എടുത്തു. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനായ എല്ലാവിധ ഫെസിലിറ്റീസും ഉള്ള ഒരു ഹോട്ടൽ. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് ഉള്ളത് കാരണം ഞങ്ങൾ ശരിക്കും അത് യൂട്ടിലൈസ് ചെയ്തു. ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പാമുക്കേലിൻ്റെ യാത്രയുടെ വിശേഷങ്ങളും കാഴ്ചകളുമായി ഞങ്ങൾ അടുത്ത വ്ളോഗിൽ വരുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് ത്രൂടെ അഭിപ്രായങ്ങളും അറിയിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് ഡേ ഡ്രീംസിലും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.